ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. JSW ഇന്ത്യയിലേക്ക് കുറച്ചധികം വണ്ടികൾ കൊണ്ടുവരുന്നതിനെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിന് ഓൾറെഡി രണ്ട് വണ്ടികളുടെ വീഡിയോ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ ജെറ്റോർ T2 പ്ലഗിൻ ഹൈബ്രിഡ്, അതായത് IDM എന്ന് പറഞ്ഞൊരു മോഡലിനെ പറ്റിയായിരുന്നു. ആ വണ്ടിയാണ് ആദ്യം വരുന്നതായിട്ട് സ്പെക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ iCar V23 എന്ന് പറഞ്ഞ ചെറിയൊരു വേറെ വണ്ടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവരിപ്പോൾ കൊണ്ടുവരുന്ന പറഞ്ഞ മൂന്ന് വണ്ടികളിൽ ലാസ്റ്റത്തെ വാഹനം നമ്മുടെ ജേക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ J5 എന്ന് പറഞ്ഞ SUV ആണ്. അതും ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 3-4 ദിവസം മുന്നേ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ വാഹനം ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയും ചൈനയിൽ വരുന്ന വണ്ടിയും തമ്മിൽ കുറച്ച് ചെറിയ വ്യത്യാസങ്ങളും കാണാൻ പറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ക്യാമഫ്ലാജ് ഒക്കെ വെച്ച് തന്നെയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനീഷ്യലി ടെസ്റ്റ് ചെയ്ത നമ്മുടെ iCar V23 ആയിക്കോട്ടെ, അതെല്ലാം ക്യാമഫ്ലാജ് ഇട്ട് തന്നെയാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇന്ത്യയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ പ്രത്യേക സംശയമൊന്നും വേണ്ട. ഈ വണ്ടികളാണ് ഇവർ ഇറക്കാനും പോകുന്നത്. അതായത് 3 ഡിഫറൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ്സ്. ആദ്യം നമ്മൾ ജെറ്റോർ കേട്ടു, അത് കഴിഞ്ഞ് പിന്നെ iCar എന്ന് പറയുന്ന ബ്രാൻഡ് കേട്ടു, പിന്നെ ഇപ്പോൾ ജേക്കോയും കേട്ടു. ഇതെല്ലാം ചെറിയുടെ അണ്ടറിൽ തന്നെ വരുന്ന 3 കമ്പനികളാണ്. സോ JSW അവരുമായിട്ടാണ് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 3 കമ്പനികളുടെ വണ്ടികൾ ഇറക്കുന്നത്. ഈ 3 വണ്ടികൾക്കും ഒരു കോമൺ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ജെറ്റോറിൻ്റെ വണ്ടി വരുന്നത് നമ്മുടെ ഡിഫൻഡറുമായിട്ട് വളരെയധികം ഡിസൈൻ സിമിലാരിറ്റീസ് ഉള്ള രീതിയിലാണ്. ഇനി iCarൻ്റെ വണ്ടി വരുന്നതിൻ്റെ റിയർ ഡിസൈൻ നോക്കുകയാണെങ്കിൽ G-Wagon-ആയിട്ട് നല്ല ഇൻസ്പിറേഷൻ ഉണ്ട്. ഫ്രണ്ടും ഭയങ്കര ബോക്സി ഡിസൈനാണ്. ജേക്കോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിന് നമ്മുടെ ലാൻഡ് റോവറിൻ്റെ ബെലാറുമായിട്ട് അത്യാവശ്യം നല്ല സിമിലാരിറ്റി ഉണ്ട് ഡിസൈൻ്റെ കാര്യത്തിൽ. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ചൈനയിൽ വരുന്ന വണ്ടിയായിട്ട് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അലോയ്സിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിലാണ്. നമുക്കിവിടെ കുറച്ചും കൂടെ എയറോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള അലോയ് വീൽസിൻ്റെ പാറ്റേൺ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ചൈനയിൽ വേറൊരു ഡിസൈനാണ് വരുന്നത്. സോ ഡെഫിനറ്റ്ലി ഇന്ത്യക്ക് വേണ്ടി അലോയ്സ് അവർ മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ ഏത് കമ്പനിയാണെങ്കിലും മാറ്റും. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഈ വണ്ടിയുടെ. പക്ഷേ ഇതാണ് നമ്മുടെ ബേസിക് ഓവർവ്യൂ. ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ വാഹനം, അതായത് ജെറ്റോർ കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന ഒന്നെങ്കിൽ iCarൻ്റെ V23 ആവാം, അതായത് അതിൻ്റെ JSW വേർഷൻ, അല്ലെങ്കിൽ ജേക്കോ ആവാം. ഇത് 2 വണ്ടികളും ഇലക്ട്രിക് വാഹനങ്ങളാണ്. നമുക്കിപ്പോൾ ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയും ആക്ച്വലി ഇലക്ട്രിക് ആണ്. ഈ വണ്ടിക്ക് ഇൻ്റർനാഷണലി കുറച്ചധികം വേർഷൻസ് ഉണ്ട്. പ്ലഗിൻ ഹൈബ്രിഡ് അല്ല, ഹൈബ്രിഡ് ഉണ്ട്, പിന്നെ മറ്റേ പെട്രോൾ എഞ്ചിൻ വെച്ച് വരുന്നുണ്ട്, ഇലക്ട്രിക് വരുന്നുണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ബേസിക്കലി കേട്ടിട്ടുള്ള പെട്രോളും അതുപോലെ ഇലക്ട്രിക്കും ആണ്. നമുക്ക് അതിനേക്കുള്ള സ്പെക്ക് നോക്കാം. ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ്. ഫ്രണ്ടൊക്കെ അത്യാവശ്യം നമ്മുടെ DRLസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനങ്ങനെ സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സും പരിപാടികളൊന്നും കൊടുത്തിട്ടില്ല. ടോപ്പ് ഹെഡ് പോർഷനിൽ തന്നെയാണ് ഹെഡ് ലാംപ്സ് എല്ലാം തന്നെ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അങ്ങനെ ഭയങ്കര ഓവർ ദ ടോപ്പ് ആയിട്ടൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ചില്ല. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഈ വണ്ടിയുടെ ഡയമെൻഷൻസ് ഏകദേശം നമ്മുടെ ക്രെറ്റയുടെയൊക്കെ അടുത്തായിട്ട് നിൽക്കും. അതായത് 4.38 മീറ്റേഴ്സിന് അടുത്താണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ക്രെറ്റയേക്കാൾ കുറച്ചും കൂടെ കൂടുതലാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ അടുത്ത് വന്ന് സിയറ, സെൽട്ടോസ് ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സെൽട്ടോസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ നല്ല നീളം കൂടുതലുണ്ട്. 1.8 മീറ്റേഴ്സിന് മുകളിലായിട്ടാണ് ഈ വാഹനത്തിൻ്റെ വിഡ്ത്ത് വരുന്നത്. സോ ഏകദേശം ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളുടെ സ്റ്റാൻഡേർഡ് സൈസാണ്. നമ്മുടെ ക്രെറ്റ ആയിക്കോട്ടെ, സിയറ ആയിക്കോട്ടെ, പിന്നെ ഗ്രാൻഡ് വിറ്റാര, വിക്ടോറിയസ്, ഹൈറൈഡർ, അങ്ങനത്തെ വണ്ടികൾ. അതായത് നോർമലി നിങ്ങൾക്ക് അറിയാമല്ലോ ഈ സെഗ്മെൻറ്റിൽ. ഇനിയിപ്പോൾ പുതിയ ജനറേഷൻ ക്രെറ്റ വരുമ്പം ഏകദേശം സെൽട്ടോസിൻ്റെ ഒക്കെ സൈസ് ഉണ്ടാവായിരിക്കും. ഈ വണ്ടി എന്തായാലും അത്രയും സൈസ് ഇല്ല. ഇൻട്രസ്റ്റിംഗ്ലി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് എപ്പോഴും അത്യാവശ്യം നല്ല വീൽ ബേസ് ഉണ്ടാവാറുണ്ട്. ഈ വണ്ടിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വീൽ ബേസ് ഇല്ല. 2620 mm ആണ് എൻ്റെ വീൽ ബേസ്. നമ്മുടെ സിയറയ്ക്കൊക്കെ 2.7 മീറ്റേഴ്സിന് മുകളിൽ വീൽ ബേസ് വരുന്നുണ്ട്. പൊതുവേ ഏതൊരു ഇലക്ട്രിക് വണ്ടി ഈ സെഗ്മെൻറ്റിൽ വരുന്ന എടുത്താലും സൈസ് കുറവാണെങ്കിലും വീൽ ബേസ് നല്ല രീതിയിൽ ഉണ്ടാകും ഇതിനകത്ത്. സോ അവരങ്ങനെ ഭയങ്കര വീൽ ബേസിന് വേണ്ടി പുഷ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1.65 മീറ്റേഴ്സാണ് പിന്നെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇത്രയൊക്കെയാണ് എക്സ്റ്റീരിയറുള്ളത്. പിന്നെ റിയർ ഡിസൈൻ കാണുമ്പോഴാണ് നമുക്ക് കൂടുതലും വെലാറുമായിട്ടുള്ളൊക്കെ കുറച്ച് സിമിലാരിറ്റീസ് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ എന്താ കമൻസിൽ പറയാം. ഇനി നമുക്ക് ചൈനീസ് വണ്ടിയുടെ ഇന്റീരിയറും കൂടെ ജസ്റ്റ് നോക്കാം. ഇതിനകത്ത് അത്യാവശ്യം നല്ല വലിയ സൈസുള്ള ഒരു പോർട്രേറ്റ് സ്റ്റൈലിരിക്കുന്ന ഇൻഫോർടൈം സിസ്റ്റമാണ് നടുവിൽ വരുന്നത്. 10.25 ഇഞ്ചസിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ സീറ്റ്സ് പുറത്ത് വരുന്നത് ഹീറ്റഡ് ആണ്, വെന്റിലേറ്റഡും ആണ്. അതുപോലെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. പാനറോമിക് സൺറൂഫ് ഉണ്ട്. 540 ഡിഗ്രി ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ADAS, അതായത് അഡ്വാൻസ്ഡ് അസിസ്റ്റൻറ്റ് സിസ്റ്റം ലെവൽ 2 ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇലക്ട്രിക് പവർ ടെയിൽ ഗേറ്റ്, പിന്നെ നമ്മുടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആയിക്കോട്ടെ. നോർമലി ഈ സെഗ്മെൻറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിനകത്ത് ഉണ്ടാവും. മ്യൂസിക് സിസ്റ്റം ആണെങ്കിലും സോണിയുടെ 8 സ്പീക്കർ ഓഡിയോ സിസ്റ്റം ആണ് ഇതിനകത്ത് പുറത്തൊക്കെ വരുന്നത്. എനിവേ ഈ വണ്ടി ഇനി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത്, ഇന്ത്യയിലേക്ക് വരുന്നത് മീൻസ് ഇത് അവരുടെ ഛത്രപതി സാംഭാജി നഗർ പ്ലാന്റ്, അവിടുത്തെ പ്ലാന്റിലെ ലോക്കലി അസംബിൾ ചെയ്യാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. ലോക്കലി അസംബിൾ മീൻസ് മൊത്തമായിട്ട് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. ഒരു CKD ഓപ്പറേഷൻ പോലെ ആയിരിക്കും. ഇനീഷ്യലി ഒരു വണ്ടികൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ വിൽക്കുമെന്നാണ് അറിഞ്ഞിരുന്നത്. അതായത് നമ്മുടെ ജെറ്റോർ T2 ഒക്കെ മിക്കവാറും ഇമ്പോർട്ട് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം പിന്നെ ഈ 2 വാഹനങ്ങളായിരിക്കും അവർ ഇവിടെ കുറച്ചൊക്കെ പാർട്സ് അസംബിൾ ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് പുറത്തുനിന്ന് കുറച്ച് പാർട്സ് വരുത്തിയിട്ട് ഇവിടെ അസംബിൾ ചെയ്യുന്നു, ചില പാർട്സ് എടുത്ത് വെൻഡേഴ്സിനെ കൊണ്ട് സപ്ലൈ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇപ്പോൾ JSW എന്തായാലും ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനകത്ത് ഈ പാർട്സ് ചൈനയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിനുള്ള ഹോംലോഗേഷൻ പ്രശ്നങ്ങളെ പറ്റി അവരിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ജെറ്റോറിൻ്റെ കേസിലാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ മറ്റേ iCarൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും.
സോ അത് കാരണം അവരുടെ ആദ്യത്തെ വാഹനം ലോഞ്ച് ആവാൻ കുറച്ച് ഡിലേ വരാൻ സാധ്യതയുണ്ട് എന്നും JSW പറഞ്ഞിരുന്നു. ആദ്യത്തെ വാഹനം ഈ വരുന്ന ദിവാലി ആ ഒരു സമയത്താണ് അവർ അൺവെയിലിംഗ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ജെട്ടോർ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു സൈസുള്ള വണ്ടി തന്നെയായിരിക്കും കിട്ടുന്നത്. ആൻഡ് അത് ഏകദേശം ഒരു 35 to 40 lakhs റേഞ്ചിൽ വരികയാണെങ്കിൽ നല്ലൊരു പ്ലേസ്മെൻറ്റും കൂടി ആയിരിക്കും. കാരണം നമുക്ക് പ്ലഗ്-ഇൻ ഹൈബ്രിഡ് വാഹനങ്ങളൊന്നും ആ പ്രൈസിൽ വേറെ ഇല്ല. ഇനി ഈ വണ്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് പ്യുവർലി നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യുന്ന വണ്ടി ഇലക്ട്രിക് മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് പുറത്ത് പല പവർ ട്രെയിൻ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഇലക്ട്രിക് വണ്ടിയാണ് കിട്ടുന്നത്. കാരണം ടെയിൽ പൈപ്പ്, അതായത് നമ്മുടെ എക്സോസ്റ്റ് വരുന്നില്ല, പിന്നെ EV സെൻട്രിക് ആയിട്ടുള്ള വീൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് ഇലക്ട്രിക് വണ്ടി തന്നെ ആയിരിക്കണം. പിന്നെ ഐക്കാറിൻ്റെ വണ്ടിയും ഇലക്ട്രിക് തന്നെയാണ്. സോ JSW ഇന്ത്യയിൽ കൂടുതലും പ്ലഗ്-ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ അതൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ പ്യുവർ കമ്പഷൻ ബേസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങൾ അങ്ങനെ അധികം അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ ചെറിയാണെങ്കിലും അങ്ങനെ അധികം കമ്പഷൻ ബേസ്ഡ് ആയിട്ടുള്ള വണ്ടികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അവരും കൂടുതൽ ഇലക്ട്രിക് ഹൈബ്രിഡ് പ്ലഗ്-ഇൻ ഹൈബ്രിഡ് അങ്ങനത്തെ വാഹനങ്ങളൊക്കെ തന്നെയാണ് നോക്കുന്നത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്പെക്കിലോട്ട് കിടക്കാം. അങ്ങ് ഓസ്ട്രേലിയയിൽ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ വരുന്ന ഒരു 58.9 kWh ബാറ്ററി പാക്കാണ്. 130 kW വരെയുള്ള ഫാസ്റ്റ് DC ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പവർ ഫിഗേഴ്സ് ആണെങ്കിൽ അത്യാവശ്യം റെസ്പെക്റ്റബിൾ ആണ്. 208 bhpയും 288 Nm ടോർക്കുമാണ് വരുന്നത്. 0-100 7.77 seconds ആണ് ഇതിൻ്റെ ക്ലെയിംഡ് ടൈം. സോ ആവശ്യത്തിന് ഫാസ്റ്റ് ആണ്. പക്ഷേ ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് SUV ആണ്. നമുക്കിപ്പോൾ നോർമലി ഓൾ വീൽ ഡ്രൈവ് കാറ്റഗറിയിൽ അങ്ങനെ അധികം കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങളുടെ കേസിലെടുക്കുകയാണെങ്കിൽ ഹാരിയർ EV ആണ് നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കിട്ടാവുന്ന ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഉള്ള വാഹനം. ഇപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ C9 ഉണ്ട്, സീലുണ്ട്, അങ്ങനത്തെ കുറച്ച് വാഹനങ്ങളൊക്കെ വരും. പക്ഷേ അതിന് താഴേക്ക് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് കാറ്റഗറിയിൽ ഓൾ വീൽ ഡ്രൈവ് കിട്ടുന്ന വണ്ടികൾ വളരെ കുറച്ചേ ഉള്ളൂ. നമ്മുടെ വിറ്റാരയ്ക്കൊക്കെ പുറത്തവർ കൊടുക്കുന്നുണ്ട് സെയിം ബാറ്ററി കൺഫിഗറേഷനിൽ തന്നെ. അതിന് കൂടുതൽ പവറും ഉണ്ട്, 0-100 അത്യാവശ്യം ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്കാകെ ഫ്രണ്ട് വീൽ ഡ്രൈവ് കൺഫിഗറേഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ. ഈ വണ്ടിയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്കേറ്റ് ബോർഡ് EV ആർക്കിടെക്ചറിലൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഇതും ഫ്രണ്ട് വീൽ ഡ്രൈവ് തന്നെയായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. സോ ആകെ നമ്മുടെ ക്രെറ്റ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആവുന്നത് ഒരു തെറ്റാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും നമുക്ക് ഓടിക്കാൻ കുറച്ചും കൂടെ ഒരു എൻ്റർടൈനിങ് ആയിട്ട് തോന്നുക. മഹീന്ദ്രയുടെ എല്ലാ പുതിയ ഇലക്ട്രിക് വാഹനങ്ങളും റിയർ വീൽ ഡ്രൈവ് ആണ്. ടാറ്റയുടെ ഇനി വരാൻ പോകുന്ന Sierra EV, നമ്മുടെ ഇപ്പോൾ കിട്ടുന്ന ഹാരിയർ EV, ഇതെല്ലാം റിയർ വീൽ ഡ്രൈവ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അതിനകത്തൊക്കെ ഒരു ഓൾ വീൽ ഡ്രൈവ് കൂടെ എക്സ്ട്രാ കൊടുക്കും എന്ന് മാത്രം. ടാറ്റയുടെ വണ്ടികൾ, മഹീന്ദ്രയുടെ അല്ല. നമ്മുടെ ഈ ജെയ്ക്കോയുടെ വാഹനത്തിൻ്റെ ക്ലെയിംഡ് റേഞ്ച് ഏതായാലും ഏകദേശം 400 കിലോമീറ്റേഴ്സിനടുത്താണ്. പിന്നെ ബാറ്ററി സൈസും അത്ര ഭയങ്കര വലുതെന്നൊന്നും പറയാൻ പറ്റില്ല. 59 kWh ബാറ്ററി പാക്കൊക്കെ നമ്മുടെ B6-ൻ്റെ ഒക്കെ ബേസിക് വേരിയൻസിൽ വരുന്നൊരു കൺഫിഗറേഷനാണ്. പിന്നെ കർവിലൊക്കെ ആണെങ്കിലും നമുക്ക് 55 വരെ പോകുന്നുണ്ട്. ഹാരിയർ EVയിൽ 65 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ക്രെറ്റ ഇലക്ട്രിക് നോക്കുകയാണെങ്കിൽ 51.7 kWh അങ്ങനെ തന്നെയാണ് ഒരു ബാറ്ററി സൈസ് വരുന്നത്. സോ അതിനേക്കാൾ കുറച്ച് വലുതാണെന്നേ ഉള്ളൂ. ഭയങ്കര ഒരു സ്റ്റെപ്പ് അപ്പ് നമുക്ക് ആ ഒരു കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് ചെറിയൊരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഒരു പ്രൈസിംഗ് അനുസരിച്ചിരിക്കും. പ്രൈസിങ് ഓൾമോസ്റ്റ് നമ്മുടെ ഒരു വിൻസർ EVയുടെ കുറച്ച് മുകളിലായിട്ട്, അല്ലെങ്കിൽ V6-ൻ്റെ ഒക്കെ താഴത്തായിട്ട് അവർക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ, ഓർ ഈവൻ വിൻഫാസ്റ്റിൻ്റെ പ്രൈസിങ് പിടിച്ചാലും മതി. അത് അത്യാവശ്യം നല്ല പ്രൈസിംഗ് ആണ്. അവിടെയൊക്കെ ആ ഒരു പൊസിഷനിങ്ങിൽ വെക്കാൻ പറ്റുമെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ല സെയിൽസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഈ വണ്ടി അവർ എവിടെയായിരിക്കും കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്? നമ്മുടെ ഐക്കാറിൻ്റെ വണ്ടി ഓൾമോസ്റ്റ് സെയിം സൈസാണ്. അതെവിടെയാണ് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പോകുന്നതാണ് ഇനിയിപ്പോൾ ഒരു പ്രശ്നമുള്ളത്. അതൊക്കെ നമുക്ക് എന്തായാലും വരും കാര്യങ്ങളിൽ നോക്കാം. ഈ വണ്ടിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓർ JSWൻ്റെ വാഹനങ്ങളെ പറ്റി ഇനി വരാൻ പോകുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും എക്സർസൈസ് ക്ലീൻ പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് തീർച്ചയായും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.